ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സവാള വഴറ്റാതെ ഇഞ്ചി വെളുത്തുള്ളി യൂസ് ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളെല്ലാം നല്ലപോലെ ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 അവർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മസാലകളെല്ലാം നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന ടൈമിൽ അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നതായിരിക്കട്ടെ നല്ലത്. മുളക് പൊടി കരിയാതെ നോക്കണം. പിന്നെ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിലേക്ക് ഇനി വെള്ളം ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.